രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് ഇന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. എല്ലാ ജീവിത മേഖലകളെയും സ്പർശിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ആ ബജറ്റ്. ക്ഷേമ പദ്ധതികളിലും വികസനത്തിലുമെല്ലാം ഊന്നലുണ്ട്. പുതിയ മേഖലകൾ കണ്ടെത്തുകയും അവയ്ക്കാവശ്യമായ കരുതൽ ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ ബജറ്റ്. എന്നാൽ ഇറങ്ങിപ്പോകാൻ സമയത്ത് നടത്തുന്ന വലിയ പ്രഖ്യാപനങ്ങൾക്ക് ആത്മാർത്ഥതയുടെ ലവലേശം പോലുമില്ല എന്ന് വിമർശിക്കുകയാണ് പ്രതിപക്ഷം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. അതിന് ധനമന്ത്രിക്ക് മറുപടിയുമുണ്ട്. ഇന്നത്തെ ഈ ബജറ്റ് സത്യത്തിൽ അതിഭാവുകത്വം നിറഞ്ഞ ഒന്നാണോ? ഒരിക്കലും നടക്കാത്ത പ്രഖ്യാപനങ്ങൾ നിറഞ്ഞ ഒന്നാണോ? അതോ അതിന് യാഥാർത്ഥ്യബോധത്തിന്റെ അംശം ഉള്ള ഒന്നാണോ? നമ്മുടെ ഖജനാവ് പൂച്ച പെറ്റ് കിടക്കുകയാണോ? ഖജനാവിൽ പണമില്ലാത്തതുകൊണ്ട് കേരളം മുന്നോട്ടു പോകാൻ പ്രയാസപ്പെടുകയാണോ? അതോ കേന്ദ്ര സർക്കാരിന്റെയും ധനകാര്യ കമ്മീഷന്റെയും പുതിയ സമീപനങ്ങൾക്കിടയിലും നാം അതിനെ അതിജീവിക്കുന്നുണ്ടോ? കേരളം സത്യത്തിൽ ഈ ബജറ്റിൽ നിന്ന് കാണുന്നത് എന്താണ്? ആരാണ് ഈ ബജറ്റിൽ സന്തോഷിക്കുന്നവർ, നിരാശപ്പെടുന്നവർ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷനോടൊപ്പം ഈ ചർച്ചയിൽ CP ജോൺ UDF-ൽ നിന്ന്, CMPയുടെ പ്രതിനിധി KS അരുൺകുമാർ, CPIM-ൽ നിന്ന് സിബി മുഹമ്മദ്, സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രതിനിധി എന്നിവരാണ് ഉള്ളത്. ആദ്യം CP ജോൺ, സമ്പൂർണ്ണമായും തള്ളിക്കളയുകയാണോ നിങ്ങൾ ഈ ബജറ്റിനെ? ഈ ബജറ്റിനെ രണ്ട് തരത്തിലാണ് നമുക്ക് വായിക്കാൻ പറ്റുക. ഒന്ന്, ഇത്രയും കാലമായി ചെയ്തിട്ടുള്ള 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന രീതിയിൽ നിശ്ചയമായും ആ ബജറ്റിനെ വായിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, അതിനെ അംഗീകരിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും ധാരാളമായിട്ടുള്ള ഉള്ളടക്കം അതിനകത്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ബജറ്റിൽ ഒരു മാനിഫെസ്റ്റോയുടെ സ്വരത്തിൽ സംസാരിച്ച ബാലഗോപാലിൻ്റെ പ്രസംഗ ഭാഗത്തെ ഒരു ബജറ്റ് എന്ന രീതിയിൽ അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം ഇനി ഏതാനും ദിവസങ്ങൾ, ഒരു 10-9 ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ട് തങ്ങൾക്ക് അധികാരമില്ലാത്തൊരു കാലത്തെക്കുറിച്ച് ഒരു ഗവൺമെൻറ് തുക നീക്കിവെച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് ഈ മാധ്യമങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ളൊരു സന്ദർഭത്തിൽ ഒരു വോട്ട് ഓൺ അക്കൗണ്ടിന് പകരം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ എന്ന് വിളിക്കുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റോ പ്രഖ്യാപനം പോലുള്ളൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ തൊട്ടുമുന്നിൽ പ്രഖ്യാപിച്ചിട്ടും അതുകൊണ്ട് പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടിയല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിൻ്റെ കണക്കുകൾ എന്താണ്, ഈ ബജറ്റിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്നുള്ളത് വായിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും പറയാതിരിക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന് നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാതുപോലെ ഈ ബജറ്റ് പ്രസംഗത്തിൽ 3.5 മണിക്കൂർ സമയമെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ധാരാളം ബജറ്റ് ഡോക്യുമെൻറ്റുകളുണ്ട്. ഇപ്പോൾ കേരള ബജറ്റ് എന്നുള്ളൊരു ആപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ, സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു വലിയ നേട്ടം ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. കൃത്യമായി പറഞ്ഞാൽ 10 വർഷം മുൻപ് ഉണ്ടായിരുന്ന ആ വരുമാനത്തിൻ്റെ ഇരട്ടിയിലേക്ക് പോകാൻ പോലും ഈ 10 വർഷം കൊണ്ട് സാധിച്ചില്ല. 42,176 എന്ന ഫിഗർ, അത് 84,000-ൽ അധികമായി 83,000-ൽ നിൽക്കുകയാണ് പുതുക്കിയ എസ്റ്റിമേറ്റിൽ. എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ വർധനവ് എഗ്രിഗേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ 7% മാത്രമാണ്. 10 വർഷം കൊണ്ട് ഇരട്ടിച്ചാൽ തന്നെ അത് 7%. ആ 7% വർദ്ധിക്കുന്നതിന് പകരം എഗ്രിഗേറ്റായിട്ട് ഒരു 10% വർദ്ധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഏതാണ്ട് 1,00,000 കോടിയിലേക്ക് നമുക്ക് നമ്മുടെ തനത് വരുമാനം എത്താൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിലും ആ സ്ഥിതി തന്നെയാണുള്ളത്. കേന്ദ്ര വിഹിതത്തിൻ്റെ കാര്യത്തിൽ അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റിൽ ബാലഗോപാൽ 42,114 കാണുന്നത്. ഈ വർഷം 27,382 കിട്ടിയിട്ടുള്ള ഈ സന്ദർഭത്തിൽ അദ്ദേഹം 42,114 കോടി രൂപ കേന്ദ്ര വിഹിതത്തിൻ്റെ കിട്ടുമെന്ന് കരുതുന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. 15ാം ധനകാര്യ കമ്മീഷനിൽ
കൂടുതൽ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ കൂടുതൽ ഒരു പങ്ക് നമുക്ക് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റവന്യൂ ചെലവുകൾ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ, അതായത് കൃത്യമായ കണക്കിൽ 1,92,000 കോടി രൂപയുടെ ചെലവുകളാണ് കാണുന്നത്. പക്ഷേ അത് ഇത്തവണ വരാൻ പോകുന്ന കണക്കിൽ, ആ കണക്ക് എസ്റ്റിമേറ്റാണ്, 2,39,000 അദ്ദേഹം ഉയർത്തി വെച്ചിട്ടുണ്ട്. ഈ 2,39,000-ഉം 1,89,000 തമ്മിലുള്ള വ്യത്യാസത്തെയാണല്ലോ നമ്മൾ റവന്യൂ കമ്മി, വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം, അതിപ്പോൾ 34,586 അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുള്ളത്. ആ കഴിഞ്ഞ തവണ, അതായത് ഇത്തവണത്തെ കണക്കിൽ അത് 36,889 അതിൽ നിന്നും റവന്യൂ കമ്മി 2,000 കോടി കുറയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇത്തവണ കിട്ടിയിട്ടുള്ളത് ആകെ 1,37,000 കോടിയാണ് മൊത്തം കേന്ദ്ര സഹായം അടക്കം എല്ലാം കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 1,52 പ്രതീക്ഷിച്ചത്, പക്ഷെ 1,37 കിട്ടിയത്. 1,24 ആ വർഷം കിട്ടിയ യഥാർത്ഥ കണക്ക്, പ്രതീക്ഷിച്ച കണക്കല്ല. അപ്പോൾ 1,24 നിന്ന് 1,37 വർദ്ധിച്ച റവന്യൂ വരവുകൾ 1,82,000 ഉയരും എന്ന് കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വൻ കുതിപ്പ്, ഏതാണ്ട് 48 കോടി രൂപ, 48,000 കോടി രൂപ വർദ്ധിക്കും എന്നൊരു കണക്ക് വെച്ചിട്ടാണ് 34,586 എന്ന റവന്യൂ കമ്മി തുക പറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം അതൊരു 50,000 കോടിയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ഇപ്പം തന്നെ 2.58 റവന്യൂ കമ്മി. ആ റവന്യൂ കമ്മി നിശ്ചയമായും 3%, 4-3.5% അടുത്തേക്ക്, അതായത് ഇപ്പോഴത്തെ ധനക്കമ്മിയുടെക്കാൾ കൂടിയ ഒരു ഉയരത്തിലേക്ക്, ഇപ്പോൾ തന്നെ 3.78 ധനക്കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ 4%-ലധികം അല്ലെങ്കിൽ 4%-അടുത്തേക്ക് റവന്യൂ കമ്മി വരുന്ന തരത്തിലുള്ള ഒരു അബദ്ധം ഞാൻ തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല, വലിയ ഒരു പ്രശ്നം കേരളത്തിൻ്റെ നമ്മുടെ ധനകാര്യ DNA-യിൽ, അല്ലെങ്കിൽ ധനകാര്യ DNA എന്ന് ഞാൻ പറയുന്നില്ല, ECG-യോ അല്ലെങ്കിൽ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് ആന്തരികമായി കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ കൃത്യമായ കണക്കുകളുടെ ഭാഗമായിട്ട് മാത്രം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അതിനെ ഭംഗിയായി പൊതിഞ്ഞു വെച്ച്, എനിക്ക് ബാലഗോപാല് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു മന്ത്രി എന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല ഒരു പെരുമാറ്റവും ഒട്ടും ഒരു മോശമായ ഒരു വർത്തമാനങ്ങളോ അങ്ങനെ ഒന്നും പറയാത്ത നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ആ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത് സാധിക്കുന്നില്ല, ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 2 വികസനമാണ്. വികസനത്തെ നമ്മൾ കാണുന്നത് പ്ലാനിൽ കൂടെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് ഫിനാൻസാണ്. പ്ലാനിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പൊടുന്നനെ 32,000 കോടി 35,000 കോടിയായിട്ട് 10% വർദ്ധിപ്പിച്ചു. പക്ഷേ ഞങ്ങളെല്ലാം പ്രതിപക്ഷം നിരന്തരമായി പറയുന്ന കാര്യമാണ്, എത്രയോ വർഷമായിട്ട് 5-6 വർഷമായിട്ട് 30,000 കോടിയുടെ ചുറ്റും നിൽക്കുകയാണ് നമ്മുടെ പ്ലാൻ. എന്താണ് അതിൻ്റെ പ്രശ്നം? 30,000 കോടിക്കടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാൻ സൈസ് വികസിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ 25% പഞ്ചായത്തിന് കൊടുക്കുക, അതിൻ്റെ 10% SC, അതിൻ്റെ 2.8% ST. അപ്പോൾ പ്ലാൻ സൈസ് വർദ്ധിപ്പിക്കാത്തതിൻ്റെ ഫലമായി പഞ്ചായത്തുകൾക്കുള്ള സൈസ് വളരെ കുറഞ്ഞു. ഇനി ആ സൈസ് തന്നെ വെട്ടിക്കുറച്ചത് തന്നെ കൊടുത്തില്ല. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ടു മുന്നിലുള്ള, എനിക്ക് അത്ഭുതം തോന്നുകയാണ്, തൊട്ടു മുന്നിലുള്ള വർഷം, അതായത് കഴിഞ്ഞ മാർച്ച് 31 അവസാനിച്ച വർഷത്തിൽ 4 ഗഡുക്കളിൽ 4ാമത്തെ ഗഡു കൊടുത്തില്ല. ഇപ്പോൾ ധാരാളം സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് CPM-ൻ്റെ ആളുകൾ തന്നെ സ്വയം വിമർശനവും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പ്രധാന പ്രശ്നം പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ടിയിരുന്ന പണം പിണറായി വിജയൻ ഗവൺമെൻറ് കൊടുത്തില്ല. അത് കൂട്ടിയില്ല എന്നുള്ളതൊന്ന്, അത് വെട്ടിക്കുറച്ചു എന്നുള്ളത് 2, വെട്ടിക്കുറച്ചത് തന്നെ പോലും കൊടുത്തില്ല എന്നുള്ളത് 3. ഇതിൻ്റെ അടക്കം ഫലമായിട്ടാണ് പഞ്ചായത്തിൽ ദയനീയമായിട്ട് LDF തോറ്റത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിനെ കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ടാകാം ഇത്തവണ ഞങ്ങൾ പഞ്ചായത്തിനൊന്നും മോശമല്ല, പഞ്ചായത്തിനൊക്കെ വേണ്ടി അദ്ദേഹം സംസാരിച്ചു. ഈ വർഷങ്ങളിൽ സംസാരിക്കാറില്ല അദ്ദേഹം. ഇത്തവണ ഈ ഗവൺമെൻറ്റിൻ്റെ, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര എന്താണെന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് രാജിനെ കൊണ്ട് കുറിച്ച് വാദോരേതം സംസാരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലാനിൽ നിന്നും പ്രോജക്റ്റിലേക്ക് പോവുകയും കിഫ്ബിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ്.
കിഫ്ബിയുടെ കണക്കുകൾ അദ്ദേഹം സത്യസന്ധമായിട്ട് വെച്ചിട്ടുണ്ട്. പൂർത്തിയായ കിഫ്ബി പദ്ധതികളിൽ വെറും 29,000 കോടിയാണ് ചിലവായിട്ടുള്ളത്. എന്നാൽ പണം കൊടുത്തിട്ടുള്ളത് 34,000 കോടിയാണ്. കിഫ്ബിയുടെ പദ്ധതി അടങ്കൽ എന്ന് പറയുന്നത് 94,000 കോടിയാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് അതുകൊണ്ട് വിശേഷമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ശുഭകരമായ ഒരു ധനകാര്യ മാനേജ്മെൻറ്റോ വികസന ധനകാര്യ മാനേജ്മെൻറ്റോ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ 2 എന്ന് ഞാൻ കരുതുന്നില്ല. ശരി, എന്നോടൊപ്പം സിബി മുഹമ്മദ്, സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രതിനിധി കൂടിയുണ്ട്. സിബി മുഹമ്മദ്, ഇന്നത്തെ ഈ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം പ്രത്യാശയുടെ സന്ദേശമാണല്ലോ ധനമന്ത്രി നൽകാൻ ശ്രമിക്കുന്നത്. DA കുടിശ്ശികയുടെ കാര്യത്തിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കാൻ പോകുന്നു, ശമ്പളത്തിന്റെ കമ്മീഷനെ വെക്കുന്നു, ഒപ്പം ഈ അഷ്വേർഡ് പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം സർക്കാർ ജീവനക്കാരുടെ ആശയങ്ങളെ, അഭിലാഷങ്ങളെ അദ്ദേഹം സ്പർശിച്ചു പോകുന്നുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തിയില്ലേ? ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ജീവനക്കാർ സന്തോഷിച്ച ഒരു പാരഗ്രാഫുണ്ട്. അത് 11-ാമത്തെ പേജിൽ 28-ാമത്തെ ക്ലോസ് അത് വായിച്ചാൽ, സാർ, അതാണ് കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിലും നമ്മെ പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചത്. അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ട്. അധികമായി പിരിച്ചെടുത്ത തനത് നികുതിതര വരുമാനം ഈ അവസരത്തിൽ ഈ നേട്ടം സാധ്യമാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥരെയും സർവോപരി നികുതിദായരെയും അഭിനന്ദിക്കുകയാണ്. അവരോടുള്ള സർക്കാരിൻ്റെ കടപ്പാട് അറിയിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ, സിവിൽ സർവീസിനെ മന്ത്രി അംഗീകരിച്ചതിലുള്ള നന്ദി ആദ്യമായി അറിയിച്ചുകൊണ്ട് തൊട്ടടുത്ത ക്ലോസോടെ വായിക്കുകയാണ്. അതിൽ പറയുന്നു, ഇങ്ങനെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ച നികുതിദായകർക്ക് ആദരം നൽകുന്നതിനായി 5 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കുകയാണ്. പക്ഷേ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും സർക്കാരിന് കളക്ട് ചെയ്ത് കൊടുത്ത സർക്കാർ ജീവനക്കാർക്ക് 5 കോടിക്ക് തുല്യമായ വാഗ്ദാനങ്ങൾ മാത്രമാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത് ഈ ബജറ്റിലൂടെ. അതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ള കാര്യം അതാണ്. ഞാനിത് ഓർമ്മപ്പെടുത്താൻ ഒരു നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ ഞാൻ ഓർമ്മപ്പെടുത്താം. നിഷാദിനറിയാം, നിഷാദിൻ്റെ കൂടെ നാട്ടിലൊക്കെ പറയുന്നൊരു കഥയാണ്. അവിടെ മുൻകാലങ്ങളിലെ വിവാഹാലോചനകൾ നടക്കുമ്പോൾ 2 കുടുംബങ്ങൾ തമ്മിൽ ചേർന്നാണല്ലോ വിവാഹാലോചന നടക്കുക. വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഈ വധുവിൻ്റെ വീട്ടിലെയും വരൻ്റെ വീട്ടിലെയും പ്രായമുള്ള ആൾക്കാർ അവർ ചേർന്നിട്ടാണല്ലോ ഇത് സംസാരിച്ച് തീരുമാനമാക്കുക. അങ്ങനെ സംസാരിച്ച് തീരുമാനമാക്കുമ്പോൾ ഈ ഡൗറി വലിയൊരു ഘടകമാണ് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളെന്നറിയാം. അപ്പോൾ വരൻ്റെ വീട്ടുകാർ നിങ്ങൾ എന്ത് നൽകുമെന്ന് ചോദിക്കുമ്പോൾ വധുവിൻ്റെ വീട്ടിലെ കാരണവർ ആ നിശ്ചയ ചടങ്ങിൽ വെച്ച് പറയാറുണ്ട്, ഞങ്ങൾ 100 പവൻ സ്വർണം തരും, ഞങ്ങൾ വീട് തരും, കാറ് തരും, പണം തരും എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയും. എന്നിട്ട് അവസാനം ഈ വധുവിൻ്റെ വീട്ടിലെ കാരണവർ പറയും, ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തരില്ല. കല്യാണത്തിന് ശേഷം, കല്യാണം കഴിയുമ്പോൾ ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ വരൻ്റെ വീട്ടുകാർ വീണ്ടും ചെന്ന് വഴക്കുണ്ടാക്കുമ്പോൾ വധുവിൻ്റെ വീട്ടിലെ കാരണവർ പറയുന്നത്, അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ, ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തവണത്തെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയാതിരിക്കുവാൻ DA തീർക്കാൻ പോവാണ് 2 മാസം. DA തീർക്കുന്നത് എങ്ങനെയാണ്? 1 ഗഡു DA ആണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 6 ഗഡു DA കുടിശ്ശികയുള്ളപ്പോൾ 1 ഗഡു DA പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി റൂൾ 300 പ്രകാരം നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു കുടിശ്ശികയില്ലാതെ DA അനുവദിക്കുമെന്ന്. അതിൽ 1 ഗഡു DA ഫെബ്രുവരി മാസത്തിൽ അനുവദിക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ബജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. 1 ഗഡു DA അനുവദിച്ചു. ഈ ബജറ്റിലൂടെ 1 ഗഡു DA കിട്ടിയതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്നാൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ള മുഴുവൻ DA കുടിശ്ശികയും അനുവദിക്കുമെന്ന് പറഞ്ഞെടുത്ത് അതിനുള്ള ഫണ്ട് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആൾ ആ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ ബജറ്റ് പ്രൊവിഷനിൽ അത് പറയുന്നില്ല. തുക വകയിരുത്തിയ കാര്യം 1 ഗഡു DA അനുവദിച്ചതിന് മാത്രമേ തുക വകയിരുത്തിയിട്ടുള്ളൂ. മറ്റൊന്ന്, ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. ആരാണ് കമ്മീഷൻ? എന്താണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്? ഈ 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് തരണം എന്ന് പറയുന്നു. കേരളത്തിൽ ഇന്ന് വരെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ള ഒരു കമ്മീഷനും 7 മാസത്തിൽ കുറഞ്ഞ കാലയളവിൽ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടേ ഇല്ല. മുൻകാലങ്ങളിലെ പരിശോധിച്ച് നോക്കാം. ഒരു കമ്മീഷനും കഴിഞ്ഞിട്ടില്ല. കാരണം സങ്കീർണമായ വ്യത്യസ്തമായ 100-200 വകുപ്പുകളും അതിലെ ഉപവകുപ്പുകളും ചേർന്ന് ഒരുപാട് ജീവനക്കാരുടെ സങ്കീർണമായ ഇഷ്യൂസ് പരിശോധിച്ച് കണ്ടെത്തേണ്ട ശമ്പള പരിഷ്കരണം കേവലം 3 മാസത്തിനുള്ളിൽ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് പോലും നിശ്ചയിക്കാത്തൊരു ഘട്ടത്തിൽ, ആ കമ്മീഷന് വേണ്ടി ചെലവഴിക്കാൻ ഒരു തുക നിശ്ചയിച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ, ഒരു തുക നീക്കി വെച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ, അതിന് ഓഫീസ് കണ്ടെത്താത്ത ഘട്ടത്തിൽ, ഇത് എവിടെ പ്രവർത്തിക്കുമെന്ന് പറയാത്തൊരു ഘട്ടത്തിൽ എവിടെയാണ് 3 മാസത്തിനുള്ളിൽ, പ്രത്യേകിച്ചും 3 മാസം കഴിഞ്ഞ് വരുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു കമ്മീഷൻ ഇവിടെ പ്രവർത്തിക്കുകയും ആ കമ്മീഷൻ ഇത് പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുവാനോ ജീവനക്കാരുമായി ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലുള്ള ആളുകളുമായി ചർച്ച ചെയ്യുവാനോ അങ്ങനെ ഒരു ശമ്പള കമ്മീഷൻ ഉണ്ടായാൽ തന്നെ അവർക്ക് സമയം ലഭ്യമാകുമോ? അങ്ങനെ സമയം ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആ ഒരു ശമ്പള കമ്മീഷൻ്റെ നടപടികൾ നടത്തിക്കൊണ്ടു പോകുവാൻ ഈ സർക്കാരിന് കഴിയും എന്നുള്ളത് മന്ത്രി ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വെറുതെ ജീവനക്കാരെ മോഹിപ്പിക്കുന്ന തരത്തിൽ ശമ്പള കമ്മീഷൻ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എവിടെ പ്രഖ്യാപിച്ചു? തൊട്ട് മുമ്പത്തെ 11ാം ശമ്പള പരിഷ്കരണം. മറ്റൊരു കാര്യം കൂടി നിഷാദ് ഞാൻ പറയാം. ഈ കേരള ചരിത്രത്തിൽ ശമ്പള പരിഷ്കരണം നടത്താതെ കടന്നു പോകുന്ന ഏക ഗവൺമെൻറ് ഇതാണ്. 2021 മുതൽ 26 വരെ ഭരിക്കുന്ന ഈ LDF ഗവൺമെൻറ് കാലത്ത് ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. തൊട്ട് മുമ്പത്തെ ആദ്യത്തെ LDF സർക്കാരിൻ്റെ കാലത്തും അതിനു മുമ്പ് VS അച്യുതാനന്ദൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തുമൊക്കെ ശമ്പള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ശമ്പള പരിഷ്കരണം പോലും നടത്തുവാൻ കഴിയാതെയാണ് 5 വർഷം കൊണ്ട് ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നത്. അരുൺകുമാർ, ഇവിടെ ഈ വലിയ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയാണ്, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, ഇവരെ കൊണ്ട് ഇതൊന്നും നിവർത്തിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ധനമന്ത്രി പറയുന്നു ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കാനുള്ള കാരണം കേന്ദ്ര സർക്കാർ നമ്മളോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനമാണ്. എന്ന് വെച്ചാൽ ഖജനാവിന് പ്രശ്നമുണ്ട് എന്ന് ധനമന്ത്രി തന്നെ സമ്മതിക്കുന്നു. പക്ഷേ കാരണത്തെ ചൊല്ലി മാത്രമേ നിങ്ങൾക്കും പ്രതിപക്ഷത്തിനും തർക്കമുള്ളൂ. നമ്മുടെ ഖജനാവ് ദുർബലവും ദരിദ്രവുമാണെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയൊക്കെ നമ്മൾ എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുക? ഇപ്പോൾ സ്ത്രീകളുടെ ഈ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി 3720 കോടി രൂപ മാറ്റിവെക്കുന്ന നടക്കുള്ള വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 5 മാസമായി ട്രഷറി നിയന്ത്രണത്തിലടക്കം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇത് പൂർണ്ണാർത്ഥത്തിൽ പോസിബിൾ ആണോ? എങ്കിൽ അത് വിശദീകരിക്കാമോ അരുൺ? ഇവിടെ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും ആ പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് അതിന് പണമില്ല, ഇതൊക്കെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കേണ്ടി വരും എന്ന രൂപത്തിൽ പല ആക്ഷേപഹാസ്യവും ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇന്ന് ബജറ്റ് പ്രസംഗം തുടങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 16.32 ലക്ഷം 16,32,000 പേർ വീട്ടമ്മമാരുടെ പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തുവെന്നും അവർക്ക് ആദ്യ ഗഡു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. ഫെബ്രുവരിയിൽ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ആദ്യ ഗഡു വരും. അതുപോലെ തന്നെ യുവജനങ്ങൾ 62,831 പേർ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കണക്ട് ടു വർക്ക് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള പണം അതിൽ അപേക്ഷിച്ചിരിക്കുന്നു. അവർക്ക് പണം ആദ്യ ഗഡു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അന്നും ഇവർ വിമർശിച്ചത് ഇതൊന്നും നടക്കാൻ പോകുന്ന പദ്ധതിയല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി പുതിയ ഗവൺമെന്റ് UDFന്റെ വരുമ്പോൾ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കണ്ടു. ഇതേപോലെ അടുത്ത ഘട്ടത്തിൽ നിരവധി ആക്ഷേപങ്ങളുണ്ട്. ട്രഷറികൾ അടച്ചുപൂട്ടും, അതുപോലെ തന്നെ പെൻഷൻ വിതരണം അവതാളത്തിലാകും, സപ്ലൈകോ തുറക്കില്ല എന്നൊക്കെ ഇതേ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പറഞ്ഞ സാഹചര്യത്തിൽ ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു സപ്ലൈകോ ഇത്രയും നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറവൂര് സ്വന്തം മണ്ഡലത്തിൽ വെച്ച് പ്രസംഗിച്ച് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പെൻഷൻ ഇടയ്ക്ക് 3-4-6 മാസത്തോളം കുടിശ്ശിക വരുത്തി വലിയ ആക്ഷേപങ്ങൾ വന്നു. ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 1 രൂപ പോലും പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല. ഈ ഗവൺമെന്റ് വരുമ്പോൾ 600 രൂപയായിരുന്നല്ലോ, അത് 2000 രൂപയാക്കി മാറ്റി. ഈ ഗവൺമെന്റ് വരുമ്പോൾ 32 ലക്ഷം പേർക്കായിരുന്നല്ലോ പെൻഷൻ, ഇപ്പൊ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 33 ലക്ഷം വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം വരുന്ന യുവജനങ്ങൾക്ക് പെൻഷൻ. അതായത് 1 കോടിയിലധികം പേർക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധയും കരുതലും എത്തുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. പിന്നെ എന്നും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ബഹുമാനപ്പെട്ട CP ജോൺ അടക്കം ഇവിടെ ഉണ്ടല്ലോ, കടം ശ്രീലങ്കയാകാൻ പോകുന്നു, കടമെടുത്ത് കൂട്ടുക, കടമെടുത്ത് പൂട്ടുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കടമുള്ള സംസ്ഥാനങ്ങളിൽ 18ാം സ്ഥാനത്താണ് നമ്മളെക്കാൾ കൂടുതൽ 17 സംസ്ഥാനമുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് പട്ടികയിൽ. ഗവർണർ തന്നെ നയപ്രഖ്യാപനം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്? A പ്ലാൻ, B പ്ലാൻ, C പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് അവതരിപ്പിച്ചു. ഇപ്പൊ ഇവിടെ ഒരു പാരഗ്രാഫ് വായിച്ചു. എങ്ങനെയാണ് നമ്മൾ ഈ കേന്ദ്ര വിഹിതത്തിലുള്ള വെട്ടിക്കുറവ് പരിഹരിക്കാൻ കേന്ദ്രമൊന്നും ചെയ്തില്ല. മറ്റൊരു തരത്തിലും നികുതി അന്യാധീനമായിട്ട് ജനങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയില്ല. പിന്നെ നമ്മൾ എങ്ങനെ ട്രഷറി പൂട്ടാതെ സപ്ലൈകോ നിറഞ്ഞു കവിയുന്ന പെൻഷൻ കുടിശ്ശിയൊക്കെ വിതരണം ചെയ്ത് പുതിയ പദ്ധതിയായിട്ട് യുവജനങ്ങൾക്ക് പെൻഷനും വനിതകൾക്ക് പെൻഷൻ അടക്കം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയത് എങ്ങനെയാണ്? അത് നികുതി വരുമാനവും നികുതിയിതര വരുമാനവും കൃത്യമായി ശേഖരിക്കുന്ന കാര്യത്തിൽ നടത്തിയ കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് തന്നെയാണ്. ഒരു ആഷ്പോഷും കാണിച്ചില്ല, ഒരു വലിയ പരസ്യവും കാണിച്ചില്ല, മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ച രീതിയിൽ മുന്നേറുന്നു എന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ അവസാനത്തെ 3 മാസം
കടമെടുപ്പ് തോതനുസരിച്ച് കൃത്യമായിട്ടുള്ള GDP-യുടെ 3% അനുസരിച്ച് തന്നെ 12,000 കോടി രൂപ നമുക്ക് എടുക്കാം കടം. അത് 6,000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. കാരണം ഫിനിഷിംഗ് സമയത്ത് ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും അഡ്രസ്സ് ചെയ്യുന്ന, സമൂഹത്തിലെ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കരുതലോടെ ശ്രദ്ധയിലെടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബജറ്റ് തന്നെയാണ്. ധനകാര്യമന്ത്രി പറഞ്ഞു, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിക്കുക, ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക, അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാക്കുക. ഇപ്പോൾ നമുക്കറിയാം, തുടർച്ചയായി 10ാമത്തെ ബജറ്റാണ് ഇത് അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ തുടരണമെങ്കിൽ ഇടതുപക്ഷം തന്നെ തുടരണം എന്ന ബോധ്യത്തിലേക്ക് കേരളത്തിന്റെ ജനങ്ങൾ മാറിയിരിക്കുന്നു. കാരണം ഇപ്പൊ വിഴിഞ്ഞം 17 വർഷം മുമ്പേ പൂർത്തീകരിക്കുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നുണ്ടോ? 2015 തുടങ്ങി 2045 പൂർത്തീകരിക്കാൻ 30 വർഷത്തെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ പോകുന്നു. അത് 13 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ നമുക്കറിയാം, കേന്ദ്രം തന്ന 10%, അതിൽ തന്നെ കടം പറഞ്ഞത്, വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ട്, സംസ്ഥാനം മുടക്കിയ തുക എത്രയാണ്, അതുപോലെ അദാനി മുടക്കിയ തുക എത്രയാണ്, ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അപ്പൊ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5,580 കോടി രൂപയല്ലേ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തേ? 28 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ 27 സംസ്ഥാനത്തിലും നയാ പൈസ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടില്ലല്ലോ. എല്ലാം ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റ് അല്ലേ. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ലേ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പൊ പൊതുവിദ്യാഭ്യാസ എച്ചത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യരംഗത്തുള്ള കെട്ടിടത്തിന്റെ കാര്യത്തിലായാലും ഇപ്പൊ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു, ശ്രീ CP ജോൺ പറഞ്ഞു, 38,000 മാത്രമാണ് കോടിയാണ് കൊടുത്തിട്ടുള്ളൂ. ആ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണല്ലോ കൊടുക്കുന്നത്. പല ഘട്ടമായിട്ടല്ലേ പണം കൊടുക്കുക. അപ്പൊ സ്കൂളിന് പണം അനുവദിക്കുന്നു, ഒറ്റയടിക്ക് 10 കോടി കൊടുക്കുകയല്ലല്ലോ. അതിന്റെ തറപ്പണി, അതിന്റെ കൃത്യമായിട്ടുള്ള വാർക്കപ്പണി, തേപ്പ് പണി, അതിന്റെ ആ പണിയുടെ പ്രോസസ് അനുസരിച്ചിട്ടാണ് പണം കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കാനുള്ള ഇച്ഛാശക്തിയും കൃത്യമായി കിഫ്ബിയുടെ ഭാഗമായി ഓരോ വൻകിട പദ്ധതികളെ പെടുത്താൻ ഇപ്പൊ 100 മേൽപ്പാലങ്ങൾ പണിത വിവരം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 18,000 കിലോമീറ്റർ BNBS റോഡ് പണിതതിനെ കുറിച്ച് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വിസിബിളായി കാണുകയില്ലേ. ഞാൻ അരുൺകുമാർ, ഞാൻ ചോദിക്കുന്നത്, സർക്കാർ ആകെ 5 വർഷം കൊണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ 2 തവണ കൊണ്ടോ കൊണ്ടുവന്നിട്ടുള്ള ആകെ വികസനത്തെ കുറിച്ചല്ല, ബജറ്റിനെ കുറിച്ചാണ്. ബജറ്റിൽ നടത്തുന്ന പ്രഖ്യാപനങ്ങളുടെ ഒരു സാധൂകരണ സാധ്യതയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അരുൺകുമാർ, അപ്പോ ഈ ഗവൺമെന്റിനെ ഞാൻ ചോദിക്കുന്നത് ഒരു ബജറ്റ് ഡോക്യുമെന്റ് നിലയ്ക്ക് ആ ബജറ്റിൽ പറയുന്ന, അവകാശപ്പെടുന്ന, അലോട്ട് ചെയ്യുന്ന പണം, മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ട്. അതുകൊണ്ട് ഈ ബജറ്റ് എല്ലാവരെയും അഡ്രസ് ചെയ്യുന്ന ബജറ്റാണ്. ആ ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കാനുള്ള ധനവിഹിതവും ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. ശരി അരുൺ, ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? അരുൺ? കേൾക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ബജറ്റ് ഡോക്യുമെന്റ് നിലയ്ക്ക് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തുമാത്രം സാധൂകരിക്കാൻ കഴിയുന്ന തരത്തിൽ റിയലിസ്റ്റിക് ആണെന്ന് ഞാൻ ചോദിക്കുന്നത്. വേറെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വിവിധ പദ്ധതികളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഐസക്കിൻ്റെ കാലത്തെ ബജറ്റിലെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലോട്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഒരിക്കലും സർക്കാർ നടപ്പിലാക്കാൻ കഴിയാതെ പോയ, സർക്കാരിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോലും കഴിയാതെ പോയ ഒരുപാട് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ, ഫണ്ട് അലോക്കേഷനൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിന് തുടങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബജറ്റിനെ കുറിച്ചുള്ള ഓഡിറ്റാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബജറ്റ് എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്തുമാത്രം സൂക്ഷ്മമായി ഓഡിറ്റ് ചെയ്യാൻ പറ്റും, അതിനെവിടെയൊക്കെ എത്താൻ പറ്റും, എത്ര പൈസ മുടക്കാൻ കഴിയുന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ തന്നെ പറയുകയാണ്, സർക്കാർ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഉള്ളത്, റൺ ചെയ്യാൻ പ്രയാസപ്പെടുന്ന കാലമാണ്. അപ്പോൾ നിങ്ങൾ വലിയ തോതിലുള്ള ഈ വിഹിതങ്ങൾ പ്രഖ്യാപിച്ചാൽ, അവ ഐസക്കിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച, ഇപ്പോൾ എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് എത്തിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ പാളിപ്പോവും ചോദിക്കാൻ ഞാൻ ഒന്ന്. രണ്ടാമത്തേത്, ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ? ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം, ഇപ്പോൾ ഈ പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഒരു മിനി ബജറ്റ് എന്ന മറ്റുള്ള ഒരു ക്യാബിനറ്റ് ഒരു ബ്രീഫിങ്ങിൽ മുഖ്യമന്ത്രി കുറേ അധികം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ക്ഷേമ പെൻഷനെ കൂട്ടിയല്ലോ. അതിൻ്റെ ഒരു ബെനിഫിറ്റും സത്യത്തിൽ നിങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ, ഇവയെല്ലാം ഇലക്ട്രൽ ട്രാൻസ്ലേഷൻ അതിനുണ്ടാകുമെന്ന് ശരിക്കും വിചാരിക്കുന്നുണ്ടോ? 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പോൾ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ്. നമുക്കറിയാം, ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ പാർട്ടിയുടെ ബജറ്റിൽ പ്രതിധ്വനിക്കുന്നത് അവരുടെ പ്രകടന പത്രിക തന്നെയാണ്. ഞങ്ങൾ 600 കാര്യങ്ങളാണ് 2016 പ്രകടന പത്രികയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ ഇവിടെ പങ്കെടുക്കുന്ന മറ്റു പ്രതിനിധികൾക്കും അനുഭവം ഉണ്ടല്ലോ. 5 പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. 600ൽ 590 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. 2021 ഞങ്ങളുടെ പ്രകടന പത്രിക ഇറങ്ങുമ്പോൾ അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് എഴുതി 600ൽ 590 ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു, 10 എണ്ണം പെൻഡിംഗ് ആണ് എന്ന് എഴുതിക്കൊണ്ട് തന്നെയാണ് 2021 പ്രകടന പത്രിക ഇറക്കിയത്. അവിടെ 4 പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നു. ആ ബജറ്റിൽ പ്രതിഫലിച്ചു വരുന്നത്
ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ തന്നെയാണ് മറ്റു രൂപത്തിൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ പ്രതിഫലിച്ചു വരുന്നത്. അപ്പൊ പൂർത്തീകരിച്ച് മുന്നേറാം. ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് 5 ലക്ഷം ലൈഫ് പദ്ധതിയുടെ വീട് സമർപ്പിക്കുന്നതിന്റെ 5 ലക്ഷം കടക്കുന്നതിന്റെ ഒരു ഉദ്ഘാടനം വരുന്ന ആഴ്ച മുഖ്യമന്ത്രി നടത്താൻ പോകുകയാണ്. 5 ലക്ഷം വീട് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ബജറ്റിൽ ഞങ്ങൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പണത്തിന്റെ കൃത്യമായിട്ടുള്ള കണ്ടെത്തലും വിനിയോഗവും നടന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ സ്കൂളുകൾ 600ഓളം സ്കൂൾ കെട്ടിടങ്ങൾ പുതുതായി പണിതത്, ആശുപത്രികൾ, കൃത്യമായി വസ്തുതകളും എണ്ണവും നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ഇത്ര ഞങ്ങൾ പണിതിരിക്കുന്നു, അതിന് ഇത്ര മുടക്കിയിരിക്കുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളും റോഡും മേൽപ്പാലങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ചില ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് വന്നു എന്ന് പറഞ്ഞ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാടെ ഇതെല്ലാം തെറ്റായ കണക്കാണ് എന്ന് ധ്വനിപ്പിക്കരുത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞില്ല, എന്നിരുന്നാലും അത് അടുത്ത ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടും മറ്റു തരത്തിലും അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. ഇത് കൃത്യമായിട്ട് ഇച്ഛാശക്തിയോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ബജറ്റിൽ വരുന്ന ഇൻകവും എക്സ്പെൻഡിച്ചറും അതിന്റെ വ്യത്യാസം വെച്ചുകൊണ്ട് വൻകിട വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കിഫ്ബിയെ ആശ്രയിച്ചത്. പക്ഷേ കിഫ്ബിയുടെ പ്രവർത്തനത്തെ പോലും അതിൽ ചെലവാകുന്ന തുക കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തി GDP-യുടെ 3% എല്ലാ സംസ്ഥാനങ്ങൾക്കും എടുക്കാം എന്ന സാഹചര്യമുള്ളപ്പോഴും അതിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുറച്ച സാഹചര്യവും ഇപ്പോഴും അതിനൊരു പരിഹാരം കാണാത്തതും നമ്മൾ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തുന്നതും സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ മെറിറ്റുണ്ട്, അത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് പെൻഡിങ് നിൽക്കുന്നതും ആ ഘട്ടത്തിലൊന്നും UDF ഇതിനൊരു പിന്തുണ കൊടുക്കാത്തതും മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് അടക്കമുള്ള ഗവൺമെന്റുകൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഞങ്ങൾക്കാകാവുന്ന സഹായം ഞങ്ങൾ അവിടെ ചെയ്യുമ്പോഴും ഇവിടെ മുഖം തിരിച്ച സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള A പ്ലാനും B പ്ലാനും എല്ലാം കൃത്യമായി നടപ്പാക്കി തന്നെയാണ് ഗവൺമെന്റ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ എന്നതാണ്. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ 110 സീറ്റിൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 121 സീറ്റിൽ ഞങ്ങൾ പിന്നിലായിരുന്നു. 121, 19 സീറ്റിൽ മാത്രമേ ഞങ്ങൾ മുന്നേറിയുള്ളൂ. അപ്പൊ ആ ശതമാനവും വോട്ടിംഗ് ശതമാനവും ഒക്കെ എടുത്ത് പരിശോധിക്കുക. 33% വോട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ 49.97% വോട്ടായിട്ട് മാറി. UDF-നാണെങ്കിൽ 2.5% വോട്ട് കുറഞ്ഞു, BJP-ക്ക് 3.5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 6% വോട്ട് കൂടി. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മിനി ബജറ്റിന്റെ അടക്കം ഉൾപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഫലനം ഇല്ലായിരുന്നു എന്ന് വിലയിരുത്തേണ്ടതില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച നേട്ടം കിട്ടിയിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ 57 സീറ്റിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന തരത്തിലാണ് പൊളിറ്റിക്കൽ വോട്ട് മാറിയത്. ഇപ്പോ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, കാരണം തുടർച്ച വേണം. ഇപ്പൊ ബഹുമാനപ്പെട്ട CP ജോൺ പറഞ്ഞത് 3-4 മാസം മാത്രമുള്ള ഗവൺമെന്റ് എങ്ങനെ ഇത്തരത്തിലൊരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കും? പ്രതിപക്ഷ നേതാവ് പറയാണ് ഇതൊക്കെ ഒരു പ്രസക്തമല്ല, ഞങ്ങൾ ഇനി പുതിയ ബജറ്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ ഭാഷയാണ്. ഇത് 2021-ലും തോമസ് ഐസക് 5ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഇതേ വാചകം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു. അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞെങ്കിൽ ഇന്ന് ശ്രീ VD സതീശനാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾക്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം CP ജോൺ, ഞാൻ ഈ ബജറ്റിന്റെ തീർത്തും സാങ്കേതികതയിലേക്കല്ല പോകുന്നത്, അത് ജനങ്ങൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്ന ചോദ്യമാണ്. ഇപ്പം ഇതിന് മുൻപ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ദീർഘമായ ചില പദ്ധതി പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതിൻ്റെ പ്രയോഗതലത്തിലേക്ക് പോവുകയും ചെയ്തല്ലോ. അപ്പോൾ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ വളരെ വിസിബിൾ ആയിട്ടുള്ള വികസന പരിപാടികൾ, റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, പ്രാദേശിക സ്ഥാപനങ്ങൾ ഇവ ഉണ്ടാക്കുക, പുതിയ പദ്ധതികൾ കൊണ്ടുവരിക, പുതിയ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക, ഇതിലൊക്കെ ഇടതുപക്ഷം അവർക്കൊരു പ്രഖ്യാപിത പരിപാടിയുണ്ട്. ആ പരിപാടി സാക്ഷാത്കരിക്കാൻ അവർ പണിയും എടുക്കുന്നുണ്ട്, അത് നാം കാണുന്നുമുണ്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ നിങ്ങളെക്കാളൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു അവർ പ്രഖ്യാപിച്ചതുപോലെ. അതുകൊണ്ട് ഈ തരം വാഗ്ദാനങ്ങൾ, ക്ഷേമ വികസന വാഗ്ദാനങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതിനെ മുഴുവൻ വ്യാജമെന്ന് കരുതി ജനമാകെ തള്ളും എന്നത് ഒരു അതിവിചാരമാണോ? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തെങ്കിലും ഒരു ക്ഷേമകാര്യം അവർ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ആശാമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു, നമ്മൾ സ്വാഗതം ചെയ്യല്ലേ. സ്കീം തൊഴിലാളികളെക്കുറിച്ച് ഈ ബജറ്റ് സംസാരിച്ചു. പക്ഷേ ആശാസമരം എന്ന ഒരു വലിയ പ്രസ്ഥാനം കേരളത്തിലുണ്ടായി. ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിന്ന ആശാസമരം. ആ ആശാസമര കാലത്ത് മുഴുവൻ അതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി CPM-നെ ഒന്ന് തല ഉയർത്തി നോക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പഞ്ചായത്തുകൾക്ക് പണം വെട്ടിക്കുറച്ചതും ആ വെട്ടിക്കുറച്ച പണം കൊടുക്കാതിരുന്നതും
ഇതെല്ലാം വളരെ അപകടമായി എന്ന ഒരു സ്വയം വിമർശനം CPM-നകത്ത് നടന്നു എന്ന് ചിന്തിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർ ഗൗരവമായിട്ടത് കണ്ടു കാണും. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ ആശ, അംഗൻവാടി, സ്കൂൾ പാചകത്തൊഴിലാളി തുടങ്ങിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കഴിഞ്ഞ 25 മാർച്ചിൽ ആരംഭിച്ച ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനമായിരുന്നെങ്കിൽ അതിന് അർത്ഥസമ്പുഷ്ടി ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിച്ചതുപോലെ, അരുൺ തന്നെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഇതിനൊരു മാനിഫെസ്റ്റോ സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. ഈ മാനിഫെസ്റ്റോ ഐക്യജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിന് മുമ്പിറക്കിയ മാനിഫെസ്റ്റോയിൽ ഞങ്ങളും പറഞ്ഞ കാര്യമാണ് ആശാമാർക്ക് 2000 രൂപ കൊടുക്കുമെന്ന്. എന്തിനു പറയുന്നു? പഞ്ചായത്തുകൾ, അതാത് പഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്ന് 1000 രൂപ ആശാമാർക്ക് കൊടുക്കാനുള്ള ഒരു ഡിസിഷൻ UDF-ൻ്റെ തീരുമാനം ആദ്യം കോൺഗ്രസ് കമ്മിറ്റികളാണ് എടുത്തത്. അതെടുത്തപ്പോൾ ആ കൊടുക്കാനുള്ള പഞ്ചായത്തുകളുടെ തീരുമാനത്തിന് ഭരണപരമായ അംഗീകാരം കൊടുക്കാതെ ഇരുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. എങ്കിലും ഇപ്പോൾ നൽകിയ ഈ ആശ്വാസം 25 രൂപ പാചക തൊഴിലാളികൾക്ക് ഡെയിലി, വെൽ ആൻഡ് ഗുഡ്. പണ്ട് 100 രൂപ വെച്ചൊക്കെ കൂട്ടാറുണ്ട്. ചെറിയ തുകയാണ് അവർക്ക് ഇപ്പോഴും കിട്ടുന്നത്. എങ്കിലും 25. അപ്പോൾ അത്തരത്തിലൊരു കാര്യം ചെയ്താൽ അതിനെയൊന്നും പരിഹസിക്കാനോ വ്യാജമെന്ന് വിളിക്കാനോ ഒന്നും എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകനില്ല. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ പഴച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പൊളിറ്റിക്കൽ ട്രാൻസ്ലേഷനെ കുറിച്ചാണല്ലോ, അല്ലെങ്കിൽ ഇലക്ട്രൽ ട്രാൻസ്ലേഷനെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വൈകിയ വേളയിൽ സംസാരിക്കുന്നത്. ഞാൻ ആവശ്യത്തിലധികം കണക്കുകളോട് വായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അരുൺകുമാർ നടത്തിയ ഒരു വിശകലനത്തോട് എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടത്തിയത്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അസംബ്ലിയിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്തും എന്ന പ്രതീക്ഷയൊന്നും ഞാൻ വിമർശിക്കുന്നില്ലെങ്കിലും എന്തായിരുന്നു പാറ്റേൺ? നമുക്കറിയാം ഐക്യജനാധിപത്യ മുന്നണിക്ക് എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു ചെറിയ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മിഡ് ടേമിലാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എപ്പോഴുമല്ല മിക്കപ്പോഴും ഐക്യജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും. കാരണം ആ വിജയം നേടാനുള്ള കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ന് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നാഷണൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് BJP-യെ എതിർക്കാനുള്ള വോട്ടുകളൊക്കെ ഞങ്ങളുടെ പെട്ടിയിലാണ് വന്നു വീഴുക. എന്നാൽ 2004 ജ്യോതിബാസുവും അതേപോലെ തന്നെ സുർജിത്തുമൊക്കെ സോണിയാഗാന്ധിയുമായി ചേർന്നുകൊണ്ട് UPA രൂപീകരിച്ച ആ സന്ദർഭത്തിൽ അവരുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരുന്നു, നാഷണൽ ഇമ്പോർട്ടൻസ്. ആ നാഷണൽ ഇമ്പോർട്ടൻസ് വന്നപ്പോൾ അവർക്ക് ധാരാളം വോട്ട് കിട്ടി, ധാരാളം സീറ്റ് കിട്ടി. ഞങ്ങളും അവരും ഉള്ള മത്സരത്തിൽ ഞങ്ങൾ പുറകോട്ട് പോയി. പക്ഷേ അതിനുശേഷമോ അതിന് മുൻപോ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയാണ് എപ്പോഴും ജയിക്കുക. ഉദാഹരണത്തിന് 77 ഒരു സീറ്റും CPM-ന് കിട്ടിയില്ല. അന്ന് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ല, ഞങ്ങളൊക്കെ അന്ന് വിദ്യാർത്ഥികളാണ്. പക്ഷേ 80 വന്നപ്പോൾ പുതിയ മുന്നണിയുടെ നേതൃത്വത്തിലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആശ്വാസവചനമാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്കിപ്പോൾ പഞ്ചായത്തിൽ കിട്ടി. പക്ഷേ അരുൺ, പഞ്ചായത്തിൻ്റെ പാറ്റേൺ എന്താണ്? പഞ്ചായത്തിൻ്റെ പാറ്റേണിൽ 2010 നടന്ന ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDF LDF-നെ കവച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇത്തവണ ഞങ്ങളെ പ്രതീക്ഷയെ പോലും തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിൽ ആകെ ദുഃഖകരമായൊരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 10-20 ആക്കി തിരുവനന്തപുരത്ത് നിലമെച്ചപ്പെടുത്തിയപ്പോഴും 55 സീറ്റുണ്ടായിരുന്ന CPM മീൻസ് LDF 55 സീറ്റിൽ നിന്ന് 29 ചുരുങ്ങി. 50 വർഷത്തെ ചരിത്രമാണ്. പിന്നീട് ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്ന നേതാവാണ് MP പത്മനാഭൻ. അദ്ദേഹം എമർജൻസി കാലത്ത് പോലും ജയിച്ച ഒരു മേയറാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ സ്വീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ പിരിച്ചുവിടപ്പെട്ട ഒരു മേയറാണ്. അത് പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. ആ കാലം മുതൽ 50 വർഷത്തിലധികമായി നിലനിന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ CPM-ന് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാത്തത് അവിടെ ജയിച്ചത് ഞങ്ങളല്ല എന്നുള്ളതുകൊണ്ടാണ്. കോഴിക്കോട് അവിടെ ജയിച്ചു, പക്ഷെ ഭൂരിപക്ഷമില്ല. അതും അരനൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ്.
കൊച്ചിയും തൃശ്ശൂരും കണ്ണൂരും UDF മുൻതൂക്കമുള്ളതാണ്. പക്ഷേ ഒരിക്കലും ജയിക്കാത്ത കൊല്ലത്തും ഞങ്ങളവിടെ വിജയിച്ചു എന്നുള്ളത് അത്ഭുതകരമല്ലേ? ഏതെങ്കിലും CPM കമ്മിറ്റികൾ അങ്ങനെ വിലയിരുത്തിയിരുന്നോ? 505 സീറ്റ് 505 പഞ്ചായത്തിൽ ജയിച്ചു. അത് ഗവൺമെൻറ് അല്ലെങ്കിൽ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റുമാരുണ്ടാക്കിയപ്പോൾ അതിലധികം സീറ്റുകളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ UDF അധികാരത്തിലിരിക്കുകയാണ് 943. അപ്പോൾ ആ പകുതിയിലധികം പഞ്ചായത്തുകൾ, വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബ്ലോക്കുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകൾ, ഇതൊക്കെ ജയിച്ചതിലൂടെ അരുണിൻ്റെ ആർഗ്യുമെൻ്റ് ഞങ്ങൾ പാർലമെൻറ്റുകളേക്കാൾ മെച്ചപ്പെട്ടു എന്നാണ് ആർഗ്യൂ ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ അതിനെ എതിർക്കല്ല. തീർച്ചയായിട്ടും ഒരു ക്യാമ്പയിനർ എന്ന രീതിയിൽ അതങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് നടന്നിട്ടുള്ളത്. അതുപോലെ 5 വർഷക്കാലം നടന്ന തെരഞ്ഞെടുപ്പുകൾ. വീണ്ടും സിബി മുഹമ്മദ്, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അനുഭാവപൂർവ്വം ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല എന്ന പൊതുവിമർശനം അങ്ങനെ നടത്തുകയാണോ താങ്കൾ? 2 കാര്യങ്ങൾ പറയാൻ നിഷാദ് അനുവദിക്കണം. അതായത് ഒന്ന്, ഇന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിലും ഈ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീമിനെ കുറിച്ച് സർക്കാർ പറഞ്ഞിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളാണ് ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളതെന്ന് നാം ആലോചിക്കണം. 5 വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ 1ാം LDF സർക്കാരിൻ്റെ കാലത്ത് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ രൂപീകരിക്കുകയും ആ കമ്മീഷൻ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്തതാണ്. അത് പുനഃപരിശോധിക്കുവാൻ ഒരു മന്ത്രിസഭ ഉപസമിതിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. അതിപ്പോൾ 5 വർഷമായി. ആ ഉപസമിതിയുടെ റിപ്പോർട്ടോ അതിന് മുൻപ് നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടോ ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിലില്ല. ഈ പെൻഷൻ പദ്ധതി സംബന്ധിച്ച് എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്നും വ്യക്തതയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് പുതിയ ഒരു അഷ്വേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കും എന്ന് മാത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ മുൻപ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ കഴിയില്ല എന്നതിന് കാരണമായി ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും പറഞ്ഞിരുന്നത് PFRDA നിയമമാണ് അതിനുള്ള തടസ്സമെന്നാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നിട്ടുള്ള UPA മുന്നണിയിലുള്ള സംഘടന ഗവൺമെൻറ്റുകൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുകയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം എങ്ങനെയാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് മറ്റൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. NPS എന്ന് പറയുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുകയാണ് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന പേരിൽ. ഇത് ജീവനക്കാർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇതിനെക്കുറിച്ച് എന്ത് വ്യക്തതയാണ് ഈ ബജറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് കൂടി പ്രിയപ്പെട്ട അരുൺകുമാർ അത് പറഞ്ഞാലും മതിയാവും. കാരണം ഒരു ധാരണയും ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു ഉറപ്പുമോ ഒരു വ്യക്തതയോ സർക്കാർ ഈ കാര്യത്തിൽ നൽകിയിട്ടില്ല എന്ന് ഓർക്കണം. രണ്ടാമതൊരു കാര്യം, ഇവിടുത്തെ വിലവർദ്ധനവ് ഏത് നിരക്കിലാണ് പോകുന്നത്? രാജ്യത്തിൻ്റെ വിലവർദ്ധന നിരക്ക് ഇൻഫ്ലേഷൻ റേറ്റ് 1.33 ആയിട്ട് നിലനിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ വിലക്കയറ്റ നിരക്ക് 9.43 ഏതാണ്ട് 8% വ്യത്യാസം വർധനമാണ് കേരളത്തിൽ വിലക്കയറ്റം. ഇത്ര രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ടും തൊട്ടടുത്ത കർണാടകം പോലൊരു സംസ്ഥാനവുമായിട്ട് പോലും 6% വ്യത്യാസം ഇൻഫ്ലേഷൻ റേറ്റിൽ കേരളവും കർണാടകവും തമ്മിലുണ്ട്. അത്രയും ഉയർന്ന, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം നിൽക്കുന്ന സംസ്ഥാനമായിട്ട് പോലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷാമബത്ത കുടിശ്ശിക വരുത്തി വെച്ചിരിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. അപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരോടുള്ള അധ്യാപകരോടുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണെന്ന് ഈ 2 കാര്യങ്ങളിൽ കൂടി തന്നെ നമ്മൾ വ്യക്തമാണ്. അപ്പോൾ PFRDA ബില്ലിനെ മുൻപ് കുറ്റം പറഞ്ഞുകൊണ്ട് NPS പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ എങ്ങനെയാണ് ഇപ്പോൾ മറ്റൊരു പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നതെന്ന് കൂടി നാം ആലോചിക്കണം. ആ പദ്ധതിയെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഇവിടെ മിനിമം പെൻഷൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ എന്ന് പറയുന്നില്ല. ഫാമിലി പെൻഷൻ നൽകും എന്ന് ഉറപ്പ് പറയുന്നില്ല. DCRG കൊടുക്കുമോ എന്ന് പറയുന്നില്ല. മുൻപ് മറ്റ് സംസ്ഥാനങ്ങൾ DCRG നൽകണമെന്ന് ചോദിച്ചുകൊണ്ടൊരു അഡ്വൈസ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഇത് DCRG ഈ പങ്കാളിത്ത പെൻഷനുകൾ കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിരന്തരം ജീവനക്കാരെ ദ്രോഹിക്കുന്നൊരു സമീപനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം DAക്ക് വേണ്ടി ഇത്ര കാലം സർവീസ് സംഘടനകൾ, എല്ലാ സംഘടനകളും സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് 5 വർഷവും കൃത്യമായി ഓരോ 6 മാസത്തിനിടയ്ക്കും കൃത്യമായി DA നൽകിയിരുന്നു. എന്തുകൊണ്ട് ഈ 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത് അങ്ങനെ കൃത്യമായി DA കുടിശ്ശിക നൽകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി കൊടുക്കുമെന്ന് വിലയിരുത്തിയിട്ടില്ല. ശരി, കേരളത്തിലെ ഈ
ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു അതൃപ്തി സർക്കാർ ബാക്കിയാക്കിയിരിക്കുകയാണ്. DA കുടിശ്ശികയുടെ കാര്യം കോടതി വന്നപ്പോൾ സർക്കാരിന് നിയമപരമായ ബാധ്യതയില്ല എന്ന് കൂടി പറയുന്നതിലേ ഉണ്ടായി. പക്ഷേ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല എന്ന് വിമർശിക്കുന്നു പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ. എന്ന് മാത്രമല്ല, ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലും ഇറങ്ങിപ്പോകുന്ന മൊമെൻ്റായിട്ട് കൂടി തീരുമാനമൊന്നുമില്ല, വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമേ ഉള്ളൂവെന്നാണ്. ഞാൻ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന് നമുക്കറിയാം. എപ്പോഴും എല്ലാ സർക്കാരുകളും അവരുടെ സന്തോഷം ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കി നിലനിർത്താറുണ്ട്. ഇവിടെ നിങ്ങൾ ഇവരുടെ അതൃപ്തി ബാക്കിയാക്കിയാണോ നിൽക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം. ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. നല്ലത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. UDFന്റെ കാലത്ത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക 10,700 കോടി രൂപയാണ് 5 വർഷം കൊണ്ട്. LDFന്റെ കാലത്ത് ഇപ്പൊ 10 വർഷത്തിലേക്ക് കടക്കുമ്പോൾ 90,000 കോടി രൂപയിലധികം ഇതേ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അന്ന് ക്ഷേമ പദ്ധതികൾ ഗുണം കിട്ടിക്കൊണ്ടിരുന്നവരുടെ ഇരട്ടിയിൽ അധികം ആളുകൾക്ക് ഇപ്പോൾ ഗുണം കിട്ടുന്നു. ഈ യാഥാർത്ഥ്യം അങ്ങ് അംഗീകരിച്ചു. പല UDF നേതാക്കന്മാരും ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. 1 രൂപ പോലും ക്ഷേമ പദ്ധതികളുടെ പേരിൽ കുടിശ്ശികയുമില്ല. അതുകൊണ്ട് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ വലിയ വ്യത്യാസം, എണ്ണത്തിലും തുകയിലുമുള്ള വലിയ വ്യത്യാസം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളത്. മറ്റു ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഓണറേറിയം വെറും 1000 രൂപയായിരുന്നു. അത് വർദ്ധിപ്പിച്ച് ഇപ്പൊ 9,000 രൂപയാക്കി മാറ്റി. ഇപ്പൊ ഒരു മാസം മുമ്പ് 1000 രൂപ വർദ്ധിപ്പിച്ചു, ഇന്ന് 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഓണറേറിയം 9,000. രാജ്യത്ത് ഇത്രയും ഓണറേറിയം കിട്ടുന്ന ഇൻസെന്റീവും ഓണറേറിയം വെച്ച് നോക്കുക 10,000-15,000 രൂപയായി. അത്രയും വർധനവ് കിട്ടുന്ന ഒരു സാഹചര്യം മറ്റൊരിടത്തും ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ്. പിന്നെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം. ബഹുമാനപ്പെട്ട ജീവനക്കാരുടെ സംഘടനയുടെ നേതാവ് മനസ്സിലാക്കേണ്ടത്, കോവിഡിന്റെ ഏറ്റവും ദുരന്ത കാലഘട്ടത്തിൽ പോലും ശമ്പള വർധനവ് ഏറ്റവും ഗംഭീരമായി നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അന്ന് നമുക്കറിയാം, തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നല്ലോ. എല്ലാ വരുമാനവും തകർന്ന്, GDP ഒക്കെ തകർന്ന് തരിപ്പണമാക്കി കിടക്കുന്ന കാലത്തിൽ പോലും നിങ്ങളെ അഡ്രസ്സ് ചെയ്ത് വലിയ വർധനവ് അന്ന് തരാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. അതുപോലെ DA കുടിശ്ശിക, അപ്പൊ കഴിഞ്ഞ മാസം ഒരു കുടിശ്ശിക തന്നു, ഒരു ഗഡു തന്നു. ഇപ്പോ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം ഒരു ഗഡു, അതുപോലെ തന്നെ മാർച്ചിലോടുകൂടി ഗഡു പൂർത്തീകരിക്കും എന്ന് തന്നെയാണ്. DA കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും എന്ന് തന്നെയാണ്. അവശേഷിക്കുന്ന DA കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം എന്ന് തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. ഒരു പ്രതിപക്ഷ സംഘടനയുടെ ഭാരവാഹി എന്ന രൂപത്തിൽ അങ്ങക്ക് ഇത് പറഞ്ഞേ പറ്റൂ എന്നറിയാം. പക്ഷേ ജീവനക്കാരെ എല്ലാം വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ ചെയ്ത ഒരു പ്രത്യേക കാര്യം, നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ജീവനക്കാരെടുത്ത എഫർട്ടിനെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ധനകാര്യമന്ത്രി അഭിനന്ദിച്ചിരിക്കുന്നത്. നിങ്ങളെ അഭിനന്ദിക്കുന്ന വാചകങ്ങൾ അങ്ങ് തന്നെ വായിച്ചല്ലോ ഇവിടെ. അതുകൊണ്ട് നിരാശപ്പെടേണ്ടി വരില്ല. പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ആശയം വച്ചിരിക്കുക. ഇനി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിന്റെ ചർച്ച വരും. കൃത്യമായി MLA-മാർക്ക്, പ്രതിപക്ഷ MLA-മാർക്കും ഭരണപക്ഷ MLA-മാർക്കും എല്ലാം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഈ ബജറ്റ് ഏറ്റവും അവസാനം പാസ്സാക്കുമ്പോഴാണല്ലോ ഇതിലെ പൂർണ്ണമായിട്ട് വരിക. അപ്പൊ അതിൽ തന്നെ ചെറിയ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും വരും. കൃത്യമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധം കൂടിയാണ് ഇവിടെ പങ്കെടുക്കുന്ന UDFന്റെ പ്രതിനിധി. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമുക്കറിയാം, നമുക്ക് ചർച്ച ചെയ്യാം, പുതിയ ആശയങ്ങൾ വരട്ടെ. ഒരു ആശയം വരുമ്പോഴേക്കും ഞങ്ങൾ അതിനെ എതിർക്കും, ഇതൊക്കെ മൊത്തം പ്രശ്നമാണെന്ന് നമ്മളൊക്കെ വിചാരിച്ചാൽ എങ്ങനെയാ? എത്ര പ്രതിസന്ധി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പോലും ധനകാര്യ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു നേട്ടമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ കിട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ വിഷമം. സുപ്രീം കോടതി തന്നെ നിങ്ങൾ പറയുന്നതിൽ മെറിറ്റ് ഉണ്ട്, ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോൾ പോലും എന്തോ ഉണ്ടല്ലോ, എന്തോ ശരിയാണല്ലോ എന്നെങ്കിലും നിങ്ങൾ നടിച്ചില്ലല്ലോ. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരെ കേന്ദ്രത്തിന്റെ ഒരു അവഗണനയൊക്കെ പറഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കടം എഴുതി തള്ളാൻ പറഞ്ഞല്ലോ ഹൈക്കോടതി. ചൂരൽമല മുണ്ടക്കൈയിലെ ദുരന്ത ബാധിതരായ എല്ലാം നശിച്ചുപോയ മരണപ്പെട്ടുപോയവരുടെ കുടുംബം കടം എഴുതി തള്ളാൻ ബാങ്കുകളോട് പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ 13 അതിന് അധികാരം കൊടുക്കുന്നുണ്ട്. ഒരു 10 തവണയെങ്കിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, എഴുതി തള്ളിയോ? ഇപ്പൊ ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചു 18 കോടിയിലധികം തുക കടം മുഴുവൻ എഴുതി തള്ളാൻ. അത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ബാങ്ക് എഴുതി തള്ളില്ലോ, കൊടുക്കണം അവർക്ക്. അത്തരത്തിൽ എത്രയോ പുതിയ തീരുമാനങ്ങളാണ് നമ്മൾ ബജറ്റിന്റെ പുറത്തും എടുക്കേണ്ടി വരുന്ന സാഹചര്യം. ഇതൊക്കെ നല്ല ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ്, ധൈര്യത്തോടെ ഇടപെടുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാക്കില്ല. ഞങ്ങൾ അധികാരത്തിൽ എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ള കാര്യം, ഇപ്പം അരുൺകുമാർ പറഞ്ഞതനുസരിച്ചാണ്. മുൻപ് നമ്മൾ ഇവിടെ സാലറി ചലഞ്ച് നടന്ന ഘട്ടത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞു, ശമ്പളം എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയുടെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല എന്ന്
അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. അതിനുശേഷം ഓർഡിനൻസ് ഇറക്കി കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ നിന്ന് നിർബന്ധിതമായി സാലറി ചലഞ്ച് നടത്തി ഈ ഗവൺമെൻറ് പണം പിടിച്ചെടുത്തു. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു. ഡി എയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഡി എ ജീവനക്കാരൻ്റെ അവകാശമല്ല, അത് സർക്കാർ കൊടുക്കുന്ന ഔദാര്യമാണെന്ന രീതിയിൽ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുകയും പുറത്തു വന്ന് ജീവനക്കാർക്ക് അനുകൂലമായി മന്ത്രി പ്രസംഗിക്കുകയും ചെയ്തൊരു സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ടായി, തൊട്ടടുത്തുണ്ടായി. മാത്രമല്ല, ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ എത്രയോ വർഷം നമ്മുടെ മുന്നിൽ 2016 അധികാരം ഏൽക്കുന്ന സമയത്ത് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ അറബിക്കടലിൽ നിന്നാണ്. ആ പങ്കാളിത്ത പെൻഷൻ ഇപ്പോൾ തുടരുകയാണ്. അത് പുതിയൊരു പേരിൽ വീണ്ടും പങ്കാളിത്ത പെൻഷൻ, മറ്റൊരു പേരിൽ അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന പേരിൽ വീണ്ടും നടത്തിക്കൊണ്ടു പോകാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പിൻവലിക്കുന്നതിനെ കുറിച്ച് ഒരിടത്തും പറയുന്നില്ല. അതിൽ നിന്ന് ഇതിലേക്ക് വേണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് NPS തന്നെ തുടരാമെന്നാണ് ഈ ബജറ്റിൽ പോലും പ്രസ്താവനയായി പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത് പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ല, നിങ്ങൾക്ക് NPS മറ്റൊരു വെർഷനിലേക്ക് മാറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജീവനക്കാരെ ആക്ഷേപിക്കുന്ന അരമിനിറ്റ് മതി. അല്ല, ഈ പ്രളയകാലത്ത് 4 ദിവസത്തെ ശമ്പളം ഒന്ന് കടമായി തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ ആ ഉത്തരവ് കത്തിച്ചതാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ കേരളത്തിലെ മൊത്തം വരുമാനത്തിന്റെ 75%, മൊത്തം ചെലവിന്റെ 75% പെൻഷനും ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കണം. അതുകൊണ്ട് ഈ സിസ്റ്റം തന്നെ വലിയ പ്രശ്നമാണ്, ഇത് നിർത്തണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്, UDF മുഖ്യമന്ത്രി ആരൊക്കെയാണെന്നുള്ള കാര്യവും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോ എത്ര ആശങ്കകൾ ഉന്നയിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത വാക്കു പാലിക്കും. കൃത്യമായി DA കുടിശ്ശിക കൊടുത്തു തീർക്കും, ശമ്പള പരിഷ്കരണം നടത്തും. അങ്ങനെ നടത്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നടത്തി കൃത്യമായി അത് ജനങ്ങൾ സമയബദ്ധമായി നടക്കുന്നുണ്ടോ എന്ന കൺസേണാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു, സമയം കഴിയാൻ. CP ജോൺ, താങ്കളുടെ ഒരു ഫൈനൽ ടേക്ക് എന്താണ്? യെസ്, ഇത് പിന്നെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻ കിട്ടുന്ന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നവരുടെയും കാര്യമാണല്ലോ സംസാരിക്കുന്നത്. ഇതിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന സമയത്ത് ഞാനന്ന് പ്ലാനിംഗ് ബോർഡിലെ അംഗമാണ്. വളരെ വിഷമത്തോടു കൂടിയാണ് അത് കൊണ്ടുവന്നത്. കാരണം ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും നല്ല ഒരു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, നല്ല ഒരു സപ്പോർട്ട് കിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രമേ ആ ആളുകളിൽ നിന്ന് ആളുകൾക്കൊരു കോൺഫിഡൻസ്, സോഷ്യൽ കോൺഫിഡൻസ് ഉണ്ടാവും എന്നൊക്കെ കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പങ്കാളിത്ത പെൻഷനില്ലാതെ നിവൃത്തിയില്ല. പെൻഷനും ശമ്പളത്തിനും കൂടി വേണ്ടി വരുന്ന തുക നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ 100%-ലധികം കടന്ന ഒരു സന്ദർഭമായിരുന്നു AK ആൻ്റണി ആദ്യം വന്ന ഘട്ടത്തിലുണ്ടായിരുന്നത്. 100 രൂപ വരവും 135 രൂപ ചിലവുമായിരുന്നു. ഞാൻ അന്നും പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഉമ്മൻചാണ്ടി റിസ്ക് എടുത്ത് അത്തരത്തിലുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. അന്ന് അനിശ്ചിതകാല സമരമാണ് LDF യൂണിയനുകൾ നടത്തിയെന്നുള്ള കാര്യം മറന്നു പോകരുത്. പക്ഷേ അത് കഴിഞ്ഞ് 10 കൊല്ലമാണ്, 10 മാസമല്ല, 10 മാസം കഴിഞ്ഞിട്ടും 10 കൊല്ലം കഴിഞ്ഞിട്ടും അത് നിർത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ മരണാനന്തര ജീവിതത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിലും സാങ്കല്പികമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി പിന്നെ എവിടെയാണെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ചിരിക്കുകയായിരിക്കും. കാരണം അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷം കഴിഞ്ഞിട്ട്. ഇതാണ് നമ്പർ 1. എന്തായാലും അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാലഗോപാലിനെ ഒരു വാക്കുകൊണ്ട് പോലും ആരും വേദനിപ്പിക്കുന്ന ഒരാളല്ല. കഴിയുമെങ്കിൽ അഭിനന്ദിക്കാനും മടിക്കാറില്ല. ആ അർത്ഥത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ മാനേജ് ചെയ്തു. എങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നാൽ ഈ ഗവൺമെൻറ് നിൽക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അത് ചെയ്തില്ല. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് സത്യത്തിൽ ഉമ്മൻചാണ്ടിക്കുള്ളതാണ് എന്ന് ഞാൻ അരുൺകുമാറിനെ അല്ല നമ്മുടെ ശ്രോതാക്കളെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്പർ 1. നമ്പർ 2, ഈ പെൻഷനുകളുടെ കാര്യമാണ്. പെൻഷനുകളുടെ കാര്യത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ഒക്കെ തർക്കം ഉണ്ടെങ്കിലും അന്നത്തെ റേറ്റ് അനുസരിച്ചിട്ടുള്ള പെൻഷനുകൾ, ആ പെൻഷനുകൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1-ലധികം പെൻഷനുകൾ വാങ്ങാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. വളരെ സമർത്ഥമായി കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ് തന്നെ അത് കട്ട് ചെയ്തു. നമ്മുടെ അംശാദായം അടച്ചിട്ട് കിട്ടുന്ന പെൻഷനും ഈ പെൻഷനും കൂടെ കൂട്ടിച്ചേർത്തു. ഉദാഹരണം പറഞ്ഞാൽ, ഒരു നിർമ്മാണ തൊഴിലാളി സ്ത്രീയുടെ ഭർത്താവ് അവർ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ അവരുടെ പെൻഷൻ കട്ടാവും. ഇപ്പം എന്താണ്, അരുൺകുമാർ വളരെ സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തുള്ള ആളാണല്ലോ. ഇപ്പം നിർമ്മാണ തൊഴിലാളികളുടെ കേന്ദ്രമാണല്ലോ എറണാകുളം ഡിസ്ട്രിക്റ്റ്. 20 ലക്ഷം തൊഴിലാളികളാണ് അതിൽ അംഗമായിട്ടുള്ളത്. 3.5 ലക്ഷം പേരാണ്
നമ്മുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അർഹരായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പെൻഷന് അർഹരായുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു നമ്പറാണത്. ഈ ഒറ്റ ക്ഷേമനിധിയിൽ 18 മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ശരി, എന്റെ സമയം കഴിഞ്ഞു. ആ നിലയ്ക്കുള്ള സാമ്പത്തികമായ പരിമിതികൾ ഉണ്ടായിരിക്കുകയാണ് സർക്കാർ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. വളരെ വൈരുദ്ധ്യം നിറഞ്ഞ ചോദ്യം അവിടെ ഉണ്ടെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. താങ്ക് യു CP ജോൺ, അരുൺകുമാർ, ഒപ്പം തന്നെ CB മുഹമ്മദ് ഈ ചർച്ചയുടെ ഭാഗമായി